നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് ലഭിക്കാതിരുന്നിട്ടും മാതൃകാപരമായി പ്രതികരിച്ച നേതാക്കളെ അനുമോദിച്ചു ബി.ജെ.പി. ദേശീയ സംഘടനാ സെക്രട്ടറി ബി.എൽ. സന്തോഷ് വിളിച്ച യോഗത്തിലാണ് അനുമോദനം. എം.ടി. രമേശ്, ടി.പി. ജയചന്ദ്രൻ, എൻ. ഹരി, ടി.പി. സിന്ധുമോൾ, നിവേദിത സുബ്രഹ്മണ്യം തുടങ്ങി 30 നേതാക്കളാണ് സീറ്റ് നിഷേധിച്ചതിൽ പരിഭവം അറിയിച്ചത്. വി.എസ്. രഞ്ജിത്ത് ചേരുന്നു. രഞ്ജിത്ത്, പലരും പരിഭവം അറിയിച്ചപ്പോൾ പലരും അത് അറിയിക്കാതെ പാർട്ടിക്ക് വേണ്ടി തെരഞ്ഞെടുപ്പ് കാലത്ത് നന്നായി പണിയെടുത്തു എന്നാണോ വിലയിരുത്തൽ? എന്താണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്? റോഷ്നി, ബി.ജെ.പിയുടെ തെരഞ്ഞെടുപ്പ് അവലോകനം പല ഘട്ടങ്ങളിലായി നടന്നു വരികയാണ്. അതിൽ ഓരോ മണ്ഡലാടിസ്ഥാനത്തിലുള്ള ഒരു അവലോകനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് 2 മേഖലകളായി തിരിച്ചുള്ള അവലോകനം നടന്നത്. അതിൽ ദേശീയ നേതാക്കൾ പങ്കെടുത്തിരുന്നു. വിനോദ് ധാവഡയും ബി.എൽ. സന്തോഷും പങ്കെടുത്തിരുന്നു. അത് തിരുവനന്തപുരത്ത് തെക്കൻ മേഖലയുടെയും തൃശ്ശൂരിൽ വടക്കൻ മേഖലയുടെയും യോഗം നടന്നു. അതിൽ 2 യോഗത്തിലും ബി.എൽ. സന്തോഷ് നേതാക്കന്മാരോട് ആദ്യം ചോദിച്ചത് കൂട്ടത്തിൽ ആർക്കൊക്കെയാണ് സ്ഥാനാർത്ഥികളാവാൻ താല്പര്യമുണ്ടായിരുന്നതും ആർക്കൊക്കെയാണ് സ്ഥാനാർത്ഥിത്വം നിഷേധിക്കപ്പെട്ടത് എന്നുള്ളതാണ്. അതിൽ മടിയില്ലാതെ മുഴുവൻ നേതാക്കന്മാരും അവരുടെ കൈ ഉയർത്തുകയും എഴുന്നേറ്റ് നിൽക്കുകയും ചെയ്തു. ഇപ്പോൾ കോഴിക്കോട് തൃശ്ശൂർ മേഖലയിൽ തൃശ്ശൂരിൽ നടന്ന യോഗത്തിൽ സംസ്ഥാന വക്താവായിട്ടുള്ള ടി.പി. ജയചന്ദ്രൻ, അതുപോലെ തന്നെ ടി.പി. സിന്ധുമോള്, നിവേദിത സുബ്രഹ്മണ്യൻ, എം.ടി. രമേശ്, എൻ.പി. രാമദാസ് തുടങ്ങിയ നേതാക്കന്മാരൊക്കെ എഴുന്നേറ്റ് നിന്നിരുന്നു. അതുപോലെ തെക്കൻ കേരളത്തിൽ എൻ. ഹരി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എഴുന്നേറ്റ് നിന്നിരുന്നു. തൃശ്ശൂർ ഇടുക്കിയുടെ ജില്ലാ പ്രസിഡന്റ്, ഇടുക്കിയുടെ 2 ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ശ്രീവിദ്യയും ഒക്കെ എഴുന്നേറ്റ് നിന്നിരുന്നു. ഇവരോട് പറഞ്ഞത്, നിങ്ങൾ മാതൃകാപരമായി പ്രവർത്തിച്ചു, നിങ്ങൾ അഭിനന്ദനം അർഹിക്കുന്നു. കാരണം ഇത്തരം പരിഭവം ഉണ്ടായിരുന്നിട്ടും ഒരു തരത്തിലുമുള്ള വിഷമവും പുറത്തു കാണിക്കാതെ പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു എന്നുള്ളതാണ്. വി.എസ്. രഞ്ജിത്താണ് വിശദാംശങ്ങൾ.